അപ്പോൾ ഗൈസ് വെൽക്കം ബാക്ക്. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലിട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞില്ല നമ്മളിപ്പോൾ തന്നെ ഒരു വീഡിയോ ഇടുന്നത്. അത് എടുത്തു കഴിഞ്ഞിട്ട് ഞാനത് അപ്ലോഡ് ചെയ്തിട്ടില്ല. ഇനി അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഇതെല്ലാം കൂടി ഒരുമിച്ച് അപ്ലോഡ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ ഇടാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം നമ്മൾ വെക്കുന്ന തന്നെ അത് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പം നമ്മൾ നേരത്തെ കളിച്ചത് ഈ ഗെയിമാണ്, ബിൽഡ് എ കാർ. അതാണ് നമ്മൾ നേരത്തെ കളിച്ചത്. പിന്നെ നമ്മൾ കളിക്കാൻ പോകുന്നത് ഗ്രോ എ ഗാർഡ് എന്ന് പറഞ്ഞാണ്. അപ്പോൾ നമുക്കിതിനകത്ത് കുറേ ഇതുണ്ടായിരുന്നു. അപ്പം നമുക്കിതിനകത്ത് എനിക്ക് പഴയ ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു. ആ അക്കൗണ്ടിൽ നമുക്ക് 1% സാധനമുണ്ട്. അതിൻ്റെ പേര് റെഡ് ഫോക്സ് എന്നാണ്. അത് 1.45, എനിക്കറിയില്ല, എന്നാലും ഞാൻ ഊഹം വെച്ച് പറയാം. 1 ഇതാണ് 1% കിട്ടാനുള്ള ചാൻസ്. പക്ഷേ 1.45 ആണ് തോന്നുന്നത് എൻ്റെ കിട്ടാനുള്ള ഒരു ചാൻസ്. അപ്പോൾ എനിക്ക് കിട്ടിയതാണ്, എൻ്റെ പഴയ അക്കൗണ്ടിൽ അത് കിട്ടിയതാണ്. പക്ഷെ അതെൻ്റെ ഞാൻ നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ല, അത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ സേവ് അല്ലാത്ത അക്കൗണ്ട് തന്നെ നമുക്ക് സേവ് ആക്കാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷെ ഞാൻ സേവ് ആക്കിയിട്ടില്ലായിരുന്നു. അത് കാരണം എൻ്റെ അക്കൗണ്ട് പോയി ഡിലീറ്റ് ആയി പോയി. അപ്പോൾ എൻ്റെ അത് റെഡ് ഫോക്സ് പോയി. ഒരു ഭയങ്കര സങ്കടമായിരുന്നു. കുഴപ്പമൊന്നുമില്ല, എന്നാലും അതിനകത്ത് വലിയൊരു ഇത്രയൊന്നും അല്ലായിരുന്നു. ഇപ്പോൾ ഇതാണ് എൻ്റെ യുവർ ഫാം എന്ന് പറഞ്ഞൊരു ഇത് കാണുന്നില്ലേ, ഇതിനേക്കാളും വലിയൊരു ഗാർഡനായിരുന്നു എൻ്റെ. ഞാനിങ്ങനെ ബിൽഡ് ചെയ്ത് കുറേ ബില്യൺ എത്തിയതായിരുന്നു. പക്ഷേ നേരത്തെ ഞാൻ എന്താണ്ട് വാങ്ങിച്ചപ്പോൾ ഒരു ട്രാക്ടർ വാങ്ങിച്ചു. ഓടിക്കാൻ പറ്റുന്ന സൈസല്ല, ചുമ്മാ ഷോപ്പ് വെക്കുന്ന സൈസ്. അതിനകത്ത് കയറി ഇരിക്കാൻ പറ്റും, പക്ഷെ ഓടിക്കാൻ പറ്റില്ല. അത് ഞാൻ വാങ്ങിച്ചപ്പോൾ എൻ്റെ 500K പൈസ പോയി, 500,000 രൂപ പോയി. പക്ഷേ ഗെയിമിലെ പൈസയാണ് കേട്ടോ. ഇവിടെ ഞാൻ ഇപ്പോൾ എൻ്റെ ഫേസ് കാണിക്കുന്ന സ്ഥലത്ത് നിങ്ങളൊന്ന് നോക്കിക്കേ, അവിടെ പൈസ ചെയ്തതുകൊണ്ട് ഇപ്പോൾ എനിക്ക് 2 ബില്യൺ റുപ്പീസ് ഉണ്ട്. അപ്പോൾ എൻ്റെ അങ്ങനെ ഞാൻ വാങ്ങിച്ചപ്പോൾ ഒരു പൊട്ടത്തരം പറ്റിയതാണ്. അപ്പം ഇപ്പോൾ എന്താണ് സ്റ്റോക്ക് വന്നിട്ട് നമ്മൾ വാങ്ങിക്കാൻ പോവാം. എൻ്റെ ചാർജ് കുറഞ്ഞു, അതിന് കുഴപ്പമില്ല, വലിയതായിട്ടൊന്നും വന്നിട്ടൊന്നുമില്ല. എനിക്കിഷ്ടംപോലെ പെറ്റുണ്ട്. പീക്കൊക്കെ ഇതൊക്കെ ഗെയിമിൽ കിട്ടുന്നതാണ് കേട്ടോ. നമുക്കിങ്ങനെ ഒരു ഇതിനകത്ത് കിട്ടുന്നതാണ്. ഫുട്ബോൾ ഇതൊക്കെ എനിക്ക് കിട്ടുന്നതാണ്. ഇതിനെപ്പറ്റി ഞാൻ കൂടുതൽ വിശദീകരിച്ച് പറഞ്ഞു തരണമെന്നൊന്നുമില്ല. ഒക്കെ കൂടുതൽ ഈ ഗെയിമിൽ 2 ബില്യൺ ആൾക്കാർ കളിക്കുന്ന ഗെയിമാണ്. ഈ റോബ്ലോക്സിൻ്റെ അകത്ത് ഈ ഗ്രോ എ ഗാർഡ് എന്ന് പറയുന്ന ഗെയിം എല്ലാവരും കളിക്കുന്ന ഗെയിമാണ്. അപ്പോൾ കൂടുതലൊന്നും വിശദീകരിക്കേണ്ട കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാൻ എന്നോട് പറ്റുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത്രയൊക്കെ ഉള്ള ഈ വീഡിയോയിൽ റിവ്യൂ പറയാം. പിന്നെ എൻ്റെ ഇതിനകത്ത് ഈ ഒരു വലിയ ഇതുണ്ട്, അതിന് 10 മില്യൺ റുപ്പീസാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടിയാൽ നമുക്ക് പൈസ കിട്ടും. അത്ര നമുക്കിപ്പോൾ എൻ്റെ സ്ട്രോബെറി എന്നാണ് മിസ്റ്റേക്ക്. അല്ല, ഇതിനകത്ത് കുറേ ബനാനയും അതൊക്കെ കയറി വരുന്നുണ്ട്. എന്നാലും നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ എന്തായാലും ഫസ്റ്റ് വരുന്നതൊന്നും ഉണ്ടാവില്ല. പക്ഷേ 10 രൂപയുടെ ഒരു ക്യാരറ്റിന് ഒരു സാധനമാണ്. അത് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഫസ്റ്റ് വരുമ്പോൾ തന്നെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. എനിക്ക് ഈ ഗെയിമിൽ ഫസ്റ്റ് വന്നപ്പോൾ തന്നെ ഒരു പുള്ളി എനിക്കൊരു മറ്റേ ഇത് തന്നെയാണ്, ഒരു മാംഗോ തന്നെയാണ്. അത് വിറ്റപ്പോൾ എനിക്ക് 1 മില്യൺ റുപ്പീസ് കിട്ടി. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഫസ്റ്റത്തെ കാർഡിൽ ബിൽഡ് ചെയ്ത് വെക്കുന്നത് പണ്ട് അക്കൗണ്ടിൽ. പിന്നെ ഇന്നത് പറിച്ചുകൊണ്ടിരിക്കുമ്പോൾ എക്സാക്ട്ലി നമ്മൾ ഇങ്ങനെ നമ്മൾ ഈ ബ്ലൂബെറിയിൽ ഇതിനകത്ത് ബ്ലൂബെറി കുറേ ഉണ്ടാവും. ഒരു ബ്ലൂബെറി മരത്തിൽ കുറേ ഉണ്ടാവും. ഒരെണ്ണത്തിൽ തന്നെ ഒരു 20-40 ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ പറിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഇപ്പോൾ ഒരു സാധനം വീണാണ്ടില്ല, പറിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ടൈമറൊക്കെ കാണിച്ചിട്ട് ആ ടൈമർ കഴിയുമ്പോൾ ആ സാധനം തന്നെ പോകും.
പക്ഷെ അത് നമുക്ക് അതിന് മുന്നേ എടുത്ത് നമുക്ക് ആ സീഡ് കിട്ടും. ആ സീഡിൻ്റെ പേരാണ് അതിൻ്റെ പേര് മറ്റേ ക്യാരറ്റ് സീഡ് അങ്ങനെയൊക്കെയാണ് നമുക്കത് കിട്ടുന്നത്. പക്ഷെ നമുക്ക് എന്ത് നല്ലോണം പറിച്ചാലും നമുക്കത് കിട്ടും. ഇപ്പം എത്ര രൂപ കിട്ടി നോക്ക്. 9 മില്യൺ റുപ്പീസ് കിട്ടി എനിക്ക്. അപ്പോൾ ഗൈസ് ഈ വീഡിയോയിൽ ഇത്രയൊക്കെ പറയാനുള്ളൂ. അപ്പോൾ ബൈ ബൈ.